നിനക്ക് ആ സമ്മാനം തരാൻ വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. വിളിച്ചു വരുത്തേന്റെ കാര്യം എന്താണെന്ന് ആന്റി ഇതുവരും പറഞ്ഞില്ല. സത്യം പറഞ്ഞ അതെങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല ശിവാനി. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഈശ്വരമംഗലം വീട്ടില് എനിക്ക് അല്പമൊക്കെ വിലയുണ്ടെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ അതും എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനുവേണ്ടി എന്താ ആന്റി ഉണ്ടായത്? ഗൗതം ജയിലിൽ കിടക്കുമ്പോഴും അതുപോലും വളമാക്കിക്കൊണ്ട് നിധി വളരുന്ന ഒരു വളർച്ചയുണ്ട്. അത് നീ അറിയുന്നില്ലല്ലോ. ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ടെൻഡർ പിടിക്കുന്നതിന് വേണ്ടി നിധി ഓഫീസിലേക്ക് പോയി തുടങ്ങി. ആ ടെൻഡറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോ നിധി എന്റെ ഈ മുഖത്ത് നോക്കി പറഞ്ഞ എന്താണെന്ന് അറിയോ നിനക്ക്? ആ ഓഫീസ് അവളുടേതാണ്, അവിടെ എന്ത് ചെയ്യണമെന്ന് അവള് തീരുമാനിച്ചോളാന്ന്. എന്റെ വിയർപ്പല്ല, ഞാൻ ഒഴുക്കിയ ചോരയാണ് ആ സ്ഥാപനം. എന്റെ അധ്വാനമാ അതിന്റെ മൂലധനം. എന്റെ ബുദ്ധിയാ ഈശ്വരമംഗലം ഗ്രൂപ്പിന് ഇന്ന് സമൂഹത്തിലുള്ള വില. അതിന് പുല്ലുവില കൽപ്പിച്ചു അവള്. ഇനി ആ വീട്ടിൽ തുടരുന്നിടത്തോളം കാലം ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം. ഞാനും ആന്റി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവളെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നൊന്നും ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല ശിവാനി. കാരണം ഞാൻ വളർത്തി വലുതാക്കിയ നിധിയുടെ തലയണ മന്ത്രം കാരണം മന്ദബുദ്ധിയായി പോയ ഒരുത്തനുണ്ടല്ലോ, ഗൗതം. അവന് അവളുടെ ശക്തി. അവൻ കൂടെ ഉള്ളിടത്തോളം കാലം നിധിയെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിധിയെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം തോൽപ്പിക്കേണ്ടത് ആ ഗൗതമിനെയാ. ആന്റി, ആന്റിക്ക് ഇതെന്താ പറ്റിയത്? ഗൗതമിനെ കുറിച്ച് മറ്റാരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ പോലും അത് ചാടിക്കേറി എതിർത്ത് എന്റെ മകനാണെന്ന് പറഞ്ഞിരുന്ന ആന്റി തന്നെ ഇപ്പതേ ഗൗതമിനെതിരെ സംസാരിക്കുന്നു. ഈ വാക്കുകളിൽ ഗൗതമിനോടുള്ള വെറുപ്പ് കാണുന്നുണ്ടല്ലോ. ഈ വെറുപ്പ് അവൻ ഇരന്നു വാങ്ങിച്ചതാ. അവന് ബിസിനസ്സിലെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞുകൊടുത്ത, കച്ചവടത്തിലെ തന്ത്രവും കുതന്ത്രവും പറഞ്ഞുകൊടുത്ത്, ചതിക്കുഴികൾ കാണിച്ചു കൊടുക്കുകയും വെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ഞാനൊരു പച്ച മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചിരിക്കുമ്പോ ആ ടെൻഡർ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിധിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ അത് ഈ സമൂഹത്തിന് മുന്നിൽ എന്നെ നാണം കെടുത്താനായിട്ടല്ലേ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ ഒരു വാർത്ത കൂടി ബിസിനസ് ലോകത്ത് പരന്നു കഴിഞ്ഞാ ആരെങ്കിലും എന്നെ വില കൽപ്പിക്കോ? അവന്റെ ഓഫീസിലെ ചപ്പ് ചവറുകൾ എടുത്ത് പുറത്തു കളയുന്ന ലാഘവത്തോടെ അവൾ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? ബിസിനസ് ലോകത്തിന്റെ തലപ്പത്ത് നിന്നവളാണ് ഞാൻ. വിജയങ്ങൾ മാത്രം കൊയ്ത് രാജ്ഞിയായിട്ട് വാണവളാ ഞാൻ. ഇപ്പൊ നാട്ടിലും വീട്ടിലും എനിക്ക് എന്ത് വിലയാ ഉള്ളത്? പറ്റില്ല ശിവാനി. കരയ്ക്ക് പിടിച്ചിട്ട് മീനിന്റെ അവസ്ഥയാണ് എനിക്കിപ്പോ. പിടയ്ക്കാ കിടന്ന്. ബിസിനസ്സാണ് എന്റെ ജീവശ്വാസം. അതെനിക്ക് തിരിച്ചു പിടിക്കണം. സർവ്വതും തിരിച്ചു പിടിച്ചേ പറ്റൂ എനിക്ക്. നഷ്ടപ്പെട്ടത് ഓരോന്നായി എന്റെ കാൽച്ചുവട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അതിന് കഴിഞ്ഞില്ല എങ്കിൽ എന്റെ മരണമായി പോവത്. നോക്ക് ശിവാനി, ഒന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗൗതമും നിധിയും ഈ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ടെൻഡറിൽ തോൽക്കണം. തോറ്റേ മതിയാവൂ. തോൽപ്പിക്കും ഞാൻ. സബാഷ് വസുന്ധര. എന്തുകൊണ്ട് ഈ മാറ്റൊന്നും ചോദിക്കുന്നില്ല ഞാൻ. പക്ഷേ ഒന്ന് ഞാൻ പറയും. ഇപ്പൊ വസുന്ധര ശരിയായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.
ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് തലയിൽ ചുമന്നോണ്ട് നടന്നപ്പോഴൊന്നും അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനുള്ള ബുദ്ധി വസുന്ധരയ്ക്കില്ലാതെ പോയി. അല്ലെങ്കിൽ അവനോടുള്ള അന്ധമായ സ്നേഹം വസുന്ധരയെ അവൻ ആരാണെന്ന് അറിയാനുള്ള ചിന്തയിൽ നിന്നും മാറ്റി നിർത്തി. നിധി ആരാണെന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കിയവളാ ഞാൻ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു ബോൺ ക്രിമിനലാണവൾ. ഗൗതമും നിധിയും ഈ ടെൻഡറിൽ തോക്കണമെന്ന് വസുന്ധര പറഞ്ഞില്ലേ? ഇനി തിരിച്ചാണ് സംഭവിക്കുന്നെങ്കിലും നിധി ഈ ടെൻഡർ നേടിയാലോ? എന്തായിരിക്കും അതിന്റെ ക്ലൈമാക്സ്? എന്നേക്കുമായി ഒരു വാതിൽ തുറന്നു തരും വസുന്ധരയ്ക്ക്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് മാത്രമല്ല, ഈശ്വരമംഗലം വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ളൊരു വഴി. ആന്റി ടെൻഷൻ ആവാതിരിക്കേ, ആന്റിക്കിപ്പൊ ഞങ്ങളുണ്ട്. ഈ ടെൻഡറിൽ നിധി വിജയിച്ചു കഴിഞ്ഞ പിന്നെ അവള് വല്ലാതെ അങ്ങ് വളരും. പിന്നെ പ്രണവിനെ ഒരിക്കലും കണ്ടെത്താനാവാത്ത വിധം അവള് തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. നീ പറഞ്ഞത് ശരിയാണ്. ഭാര്യയുടെ വാക്ക് കേട്ട് മാത്രം ജീവിക്കുന്ന അവനിൽ നിന്ന് ഇത്രയും നാൾ ഏറ്റുവാങ്ങിയ അപമാനം തന്നെ എനിക്ക് ധാരാളം മതി. ഇനി വേണ്ട. എനിക്കിനി ഗൗതമിനോട് ഒരു സ്നേഹവുമില്ല. സ്നേഹമില്ല എന്ന് മാത്രമല്ല, ഒരു ലേശം അനുകമ്പ പോലും എന്റെ മനസ്സിൽ ബാക്കിയില്ല. നോക്ക് ശിവാനി, ഇനി ഞാനൊന്ന് തിരുത്തി പറയുകയാ. ഗൗതമല്ല എന്റെ മകൻ. ആ സ്ഥാനത്തേക്ക് ഞാൻ ഇനി പ്രണവിനെ പ്രതിഷ്ഠിക്കുക. നീയാണ് എന്റെ മരുമകൾ. പ്രണവ് എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരും. ഈശ്വരമംഗലത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിലേക്ക് ഞാൻ തിരികെ വരും. വീടും സ്വത്തും ബിസിനസ്സും എല്ലാം ഞാൻ പിടിച്ചടക്കും. എന്നിട്ട് അതിന്റെ എല്ലാം അവകാശികളായി ഞാൻ നിന്നെയും പ്രണവിനെയും അവരോധിക്കും. അതിനു വേണ്ടിയുള്ളതാണ് ഇനി എന്റെ ജീവിതം. ജ്യോതിർമയി, എത്രയും പെട്ടെന്ന് എനിക്ക് പ്രണവിനെ തിരികെ കൊണ്ടുതരണം. പ്രണവിനെ കണ്ടെത്തി അവനെ ഇവളുടെ അരികിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ ജ്യോതിർമയെ CKCയെ ഏൽപ്പിക്കുക.